പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഭൂമി വില ലഭിക്കാത്തതുകൊണ്ട് പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് ഭൂമി വിട്ടുകൊടുത്തവർ. 15-ലധികം കുടുംബങ്ങളാണ് പണം ലഭിക്കാത്തതിനാൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കിടപ്പാടം വിട്ടുകൊടുത്ത ഇവർക്ക് ഭൂമിയുടെ വില ലഭിച്ചാലേ പുനരധിവാസം സാധ്യമാകൂ. അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വന്നവരാണ് പണം ലഭിക്കാതെ വലയുന്നത്. പണം ഏറെ വൈകാതെ അക്കൌണ്ടിൽ വരുമെന്ന് പറഞ്ഞ് മാസങ്ങളായി അധികൃതർ കബളിപ്പിക്കുകയാണെന്നും ഇനിയും വൈകിയാൽ വിട്ടുകൊടുത്ത ഇടങ്ങളിൽ വീണ്ടും താമസം തുടങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം സാങ്കേതിക കാരണങ്ങളാണ് പണം വൈകാൻ കാരണമെന്നാണ് വിശദീകരണമാണ് അധികൃതർ നൽകുന്നത്. കരിപ്പൂർ വിമാനത്താവള റൺവേ വികസനത്തിനു വേണ്ടി ഭൂമി ഏറ്റെടുക്കാനായത് വലിയ നേട്ടമായിട്ടാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ സർക്കാരിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഭൂമിയുടെ വില കിട്ടാത്ത ചില ആളുകളുണ്ട്. അവർ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ ഇപ്പോൾ ചേരുന്നത് കരിപ്പൂരിൽ വിമാനത്താവള വികസനത്തിന് വേണ്ടി ഭൂമി വിട്ടുകൊടുത്തവരിൽ ചിലരാണ്. ഇപ്പോൾ എത്ര സെന്റ് ഭൂമിയാണ് നിങ്ങൾ വിട്ടുകൊടുത്തത്? ഇതിന്റെ ഫണ്ട് കിട്ടാതിരിക്കാനുള്ള കാരണമായിട്ട് എന്താണ് അവർ പറയുന്നത്? ഫണ്ട് കിട്ടാൻ 15 സെന്റ് ഭൂമിയാണ് ഞങ്ങൾ വിട്ടുകൊടുത്തത്. അതിൽ വീടും ഉണ്ടായിരുന്നു, 2 വീടും ഉണ്ടായിരുന്നു. അതിൽ ഒരു വീടിന് 4 സെന്റിലാണ് ഒരു വീട് നിന്നിരുന്നത്. ആ വീടിന്റെ പൈസയാണ് അവർ കൊടുത്തിട്ടുള്ളൂ. മറ്റത് ഞങ്ങൾക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് 10 ലക്ഷം റുപ്യ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു. പിന്നെ ഇതുവരെയായിട്ടും ഒരു പൈസയും കിട്ടിയില്ല. അതിന്റെ കാരണം അന്ന് അവർ പറഞ്ഞിരുന്നത് പിന്നെ ലീഗൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിരുന്നു. അത് ആദ്യം ഇവർ ഉദ്യോഗസ്ഥർ വേണ്ടാന്ന് പറഞ്ഞു, പിന്നീട് അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുക്കാനുള്ളൊരു താമസം 2 മാസത്തിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ലീഗൽ സർട്ടിഫിക്കറ്റ് അവിടെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് കൊടുത്താൻ 2 മാസം കഴിഞ്ഞു. അത് ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ തന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ക്യാഷ് അക്കൗണ്ടിലേക്ക് കയറുന്ന പറഞ്ഞത്. ഇപ്പോൾ അത് 2 മാസമായിട്ടും അവർ ചെല്ലുമ്പോൾ പറയണത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അപ്ഡേറ്റ് ആഴ്ചയിലുള്ള എന്തായാലും കയറും എന്നാ പറയുന്നത്. ഇതുവരെയായിട്ടും ആ പൈസ കിട്ടിയിട്ടില്ല. ഇതിപ്പോ കിട്ടാത്തോണ്ടുള്ള പ്രതിസന്ധി എന്താണ്? ഞങ്ങൾക്ക് വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോഴും ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. പ്രായമായ അച്ഛനും അമ്മയൊക്കെയാണ് ഉള്ളത്. അപ്പൊ അവർക്കുള്ള ബുദ്ധിമുട്ട് ഭയങ്കര പ്രയാസം തന്നെയാണ്. കാരണം ഇവർ താമസിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നതിന്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് അവർ താമസിക്കുന്നത്. ഇപ്പൊ എന്നും രാവിലെ അച്ഛൻ ഞങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രയാസം നല്ലോണ്ട്. പിന്നെ ഇപ്പൊ ഭൂമി വാങ്ങിയ പൈസ ഫുള്ള് കൊടുക്കാൻ കഴിഞ്ഞു. 10 ലക്ഷം റുപ്യ അഡ്വാൻസ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഡേറ്റ് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. കാരണം ഇവരെ വാക്ക് കേട്ടിട്ടാണ് ഞങ്ങളും ഡേറ്റ് പറഞ്ഞത് ഈ ഭൂവുടമകളോട്. പക്ഷെ അവർക്ക് ഇപ്പൊ ഭയങ്കര പ്രയാസം. ഞങ്ങൾ ഒരു 10 ലക്ഷം റുപ്യ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഭൂമി മറിച്ച് കൊടുക്കുകയാണെന്ന് പറയാണ്. ഇതിപ്പോ എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? 19 പേർക്ക്. അത് ഉദ്യോഗസ്ഥരെ എഴുതി തന്നതാണ് ഞങ്ങൾക്ക്. ഈ പാലക്കപ്പറമ്പ് ഭാഗവും കുമ്മണിപ്പറമ്പ് ഭാഗവും 2 ഭാഗത്തുള്ള ആളുകൾക്കാണ് ഇത് കിട്ടാനുള്ളത്. അത് ഈ കുമ്മണിപ്പറമ്പുള്ള ആളുകൾ ചിലരാരൊക്കെ വന്നിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ നിങ്ങൾ ചോദിക്കുമ്പോ അധികൃതർ പറയുന്നത്? അവര് പറയണെന്ന് എന്താ വെച്ചാല് അടുത്ത ആഴ്ച കിട്ടും പറയണം. അന്വേഷിക്കുമ്പോ നമ്മള് വളരെ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് പെട്ടെന്ന് പൈസ കിട്ടണം നമുക്ക്. ഇത് ഉദ്ദേശിച്ചത് വളരെ വേഗത്തിൽ കിട്ടുന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവരമ്മോട് ഈ അനന്തര സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം ഒരാഴ്ച കൊണ്ട് പൈസ തരുന്ന പറഞ്ഞിനെ. നമ്മളതുകൊണ്ടാണ് ഭൂമി 2 മാസം 2.5 മാസമായി ഇപ്പൊ നമ്മള് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ട്. ഇതിലേക്കും മോള് വിളിച്ചുമ്പോ അടുത്താഴ്ച പൈസ കയറും, അടുത്ത പൈസ കയറുന്ന പറഞ്ഞേ. വേറെ ഒന്നും പറഞ്ഞില്ലേ. നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോരാൻ പോവാണ്. നമ്മളെ വീട് വൃത്തിയാക്കിയാണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോരാൻ പോവാണ്. ചട്ടവിരുദ്ധല്ലേ, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി. അവര് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലല്ലോ. നമ്മളിഞ്ഞ് വീട്ടിൽ തന്നെ പോരാതുകൊണ്ട്. ഞങ്ങൾക്ക് 7.5 സെന്റ് സ്ഥലവും ഒരു വീടുമാണ് ഞങ്ങൾക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഈ പുനരധിവാസത്തിനുള്ള 10 ലക്ഷം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങളൊരു സ്ഥലം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട്. പക്ഷെ അതിന്റെ NOC ഞങ്ങൾക്ക് കിട്ടൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ സ്ഥലം എടുത്തിട്ടുണ്ട്. പക്ഷെ അഡ്വാൻസ് ആ കിട്ടിയ 10 ലക്ഷം ഞങ്ങൾ അതിന് കൊടുത്ത് 3 മാസം എഗ്രിമെന്റ് എഴുതിയിട്ടാണ്. 3 മാസം ഇപ്പം 2 ദിവസം മുന്നേ കഴിഞ്ഞ് അവരിപ്പം ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വേറെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 10 ലക്ഷം ഞങ്ങൾ തിരിച്ചു തരണോ, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ വാടകയ്ക്ക് നമുക്കിപ്പോൾ ഞങ്ങൾ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്ഥലം വിട്ടു വന്നത്. ഞങ്ങൾ ജനിച്ചു വളർന്ന വീടാണ്. ഞങ്ങൾ ഉപ്പ മരിച്ചു പോയ വീടാണ്. ഒരുപാട് വിഷമത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതും വികസനമാണല്ലോ എന്നുള്ള ഒരൊറ്റ സമാധാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ വിട്ടു തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത്രയും ഞങ്ങൾ ഇങ്ങനെ ഗവൺമെന്റിന് വേണ്ടി ചെയ്തു തരുമ്പോൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു പ്രതികരണമായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളോട് അവർ പറഞ്ഞത് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ഒരാഴ്ചക്കുള്ളിൽ ക്യാഷ് അക്കൗണ്ടിൽ വരുന്ന. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ 3 മാസം എഗ്രിമെന്റ് എഴുതുകയും ചെയ്ത്. വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ പോവാണ്. കാരണം വേറെ നിവൃത്തി ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഓഫീസർമാരെ വരെ ഞങ്ങൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇതാ ചെയ്യാന്നുള്ളത്. ആ ചെയ്തോന്ന് വരെ റിപ്ലൈ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.
ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞത് ആ ചെയ്യുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പല ഓഫീസർമാരും ഞങ്ങൾ നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നാളെ എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇല്ലാണ്ടായി മാറിയിരിക്കുകയാണ്. കാരണം അത്രയും ഞങ്ങൾ ഓരോരുത്തർക്കും വിളിച്ചുകൊണ്ടിരിക്കുക, ഞാനാണെങ്കിലും പ്രബേട്ടനാണെങ്കിലും എൻ്റെ ആങ്ങളാണെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഇത് മാത്രം, നാളെ കിട്ടും, ഒരു സമാധാനപരമായിട്ടുള്ള കാര്യം ഞങ്ങളോട് പറയുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു പ്രതീക്ഷ ഇല്ല. വൈകി പോവാണ്. 2 മാസത്തോളം ഇപ്പോൾ വൈകിപ്പോയി. ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. പണം കിട്ടിയില്ലെങ്കിൽ വീടുകളിലേക്ക് തിരിച്ചു പോകും എന്ന വാക്ക് അതാണ് അവർ ആവർത്തിക്കുന്നത്. കാരണം ഇതിന് നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ചില ഒഫീഷ്യലായിട്ടുള്ള ചില ഡിലേ മാത്രമാണ്, നയപരമായിട്ടുള്ള ചില തിരക്കും കാലതാമസവും മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. എത്രയും വേഗം പണം നൽകുമെന്നാണ് ഔദ്യോഗികമായിട്ട് പറയുന്നത്. പക്ഷേ ആ വാക്ക് ഇവർ കേൾക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഈ നാട്ടുകാർ പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.